ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേനൽക്കാലം വരവായി. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ സമ്മർ വെക്കേഷനോടനുബന്ധിച്ച് നമ്മളെപ്പോഴും കാണുന്നത് കുറേ പ്രോബ്ലംസ് കുട്ടികൾക്ക് കാണാറുണ്ട്. ഇതൊക്കെ വരാതിരിക്കാനും കുഞ്ഞുങ്ങൾ ക്രിയേറ്റീവായിട്ട് കുറച്ചുകൂടി ടൈം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കുറച്ച് സജഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ പറയാൻ പോകുന്ന പോലെ നിങ്ങൾക്കും കുറേ കമൻസ് ഉണ്ടാവും, നിങ്ങൾക്കും കുറേ സജഷൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ബാക്കിയുള്ളവർക്കും കൂടിയൊക്കെ അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മൾ ആസ് എ ഡോക്ടേഴ്സ് നമ്മൾ എപ്പോഴും കാണുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, വീഴ്ചകളാണ് വല്ലാതെ കാണാറുള്ളത് കേട്ടോ. കാരണം ഇവർക്ക് ആ സ്വാതന്ത്ര്യം, ഫ്രീഡം അങ്ങ് കിട്ടുവാണ്. അത് ഫുൾ ഡേ വീട്ടിലാണ്. എത്രയൊക്കെ പറഞ്ഞാലും വീട്ടിൽ നോക്കുന്നവർക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. എപ്പോഴും നമുക്ക് കുട്ടികളുടെ പുറകെ തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും കാണാറുള്ളത് ഈ വീഴ്ചകളാണ്. വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ കയറി മറിഞ്ഞ് വീഴുന്നത്, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ ഇതേപോലെ തന്നെ ചെറിയ കുട്ടികൾ കൂടുതൽ ഇപ്പോൾ സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ മുതിർന്ന കുട്ടികൾ സ്കൂളില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ചെറിയ കുട്ടികളും കൂടുതൽ ആക്റ്റീവ് ആവും, അവരുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിൽ കൂടെ കളിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ ചെറിയ കുട്ടികളുടെ വീഴ്ച, കട്ടിലിൻ്റെ മുകളിൽ നിന്ന്, ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് ചാടിയിട്ടെല്ലാം ഹെഡ് ഇഞ്ചുറിയൊക്കെ നമ്മൾ കുറേ കാണാറുണ്ട്. ഫ്രാക്ചേഴ്സും കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ ഈ ഹെഡ് ഇഞ്ചുറിയൊക്കെ നമുക്കെല്ലാം മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീണ് കഴിഞ്ഞാൽ കുട്ടി നന്നായിട്ട് കരയുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതോ തളർന്നു പോയിട്ടുണ്ടോ, കുട്ടി ഛർദ്ദിക്കുന്നുണ്ടോ, പാല് കുടിക്കുന്നില്ല, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പം തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ചിലപ്പോൾ ഒരു കട്ടിലിൻ്റെ മുകളിലത്തെ വീഴ്ച തന്നെ ആയിരിക്കാം അത് തലേൻ്റെ ഉള്ളിൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെയാണ് മുതിർന്ന കുട്ടികൾ പുറത്തു പോയി വീഴുന്ന കളികളിലൊക്കെ വെക്കുമ്പോഴുള്ള ഫ്രാക്ചറുകൾ, പൊട്ടലുകൾ, എല്ല് പൊട്ടലുകളൊക്കെ. കുട്ടികളുടെ എല്ലിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം, അവരുടെ എല്ല് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാലും കൂടുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ കൂടും. നമ്മൾ മുതിർന്നവരുടെ കൂടുന്ന പോലെയല്ല. പെട്ടെന്ന് പൊട്ടാനും ചാൻസ് ഉണ്ട്, പെട്ടെന്ന് യുണൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീണു, ഫ്രാക്ചറായി എന്ന് വിചാരിച്ച് നിങ്ങൾ വെറുതെ കൂടുതൽ ടെൻഷൻ ആവാതെ അപ്പം തന്നെ ശരിക്കും ഉള്ള രീതിയിൽ വെറുതെയുള്ള വെച്ചുകെട്ടലൊന്നും ചെയ്യാതെ ഓർത്തോ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് തന്നെ അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനുള്ള കാര്യങ്ങൾ ശരിയാവും. ഇനി രണ്ടാമത് നമ്മൾ കാണുന്നതാണ് കുറച്ചുകൂടി ഒരു ടീനേജേഴ്സ് കുട്ടികൾക്ക് വീട്ടിലുള്ള ആൾക്കാരുടെ ഓവർ ഒരു ഇതുകൊണ്ടാണോ എന്നറിയില്ല, വീട്ടിലെ വണ്ടികളൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക. ശരിക്കും നമുക്കറിയാം 18 വയസ്സ് കഴിയാത്ത കുട്ടികൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല. പക്ഷേ അതിനേക്കാളും ചെറിയ കുട്ടികൾക്ക് വീട്ടിലെ വണ്ടി ഓടിക്കാൻ പാരൻസും വീട്ടുകാരൊക്കെ ചിലർ കൊടുക്കാറുണ്ട്. അത് കംപ്ലീറ്റ്ലായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ 2 വീലേഴ്സൊക്കെ എടുത്തിട്ട് അടുത്ത് പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞു പോകുന്ന കുട്ടി ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസിൽ അപ്പുറത്തേക്കൊക്കെ പോവും. അങ്ങനെ ആക്സിഡൻറ്റ്സ്, ഈ കുട്ടി തന്നെ തട്ടി വീണ് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളവരെ ഇടിച്ചിട്ടുള്ള ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സെക്കൻഡ് കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ബിക്കോസ് അത് ലീഗലിയും ശരിയായ കാര്യമല്ല. അത് പാരൻസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും, കേസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കംപ്ലീറ്റ്ലി ഡിസ്കറേജ് ചെയ്യാം. നമ്മുടെ കുട്ടി നല്ല കുട്ടിയായിരിക്കാം, സൂപ്പർമാനും സൂപ്പർ വുമണും ഒക്കെ ആയിരിക്കാം, വണ്ടി ഓടിക്കാനും ഒക്കെയുള്ള അതീവ സാമർഥ്യമുള്ള കുട്ടി ആയിരുന്നാലും നമ്മൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വണ്ടി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. മൂന്നാമത്തതാണ് നമ്മൾ എപ്പോഴും കാണുന്ന ഏറ്റവും സങ്കടമുള്ള കാര്യമാണ് ഡ്രൗണിങ്. അതായത് വെള്ളക്കെട്ടിലൊക്കെ കുട്ടികൾ മുങ്ങി മരിക്കുക, ക്വാറിയിൽ കുട്ടികൾ മുങ്ങുക, വെള്ളത്തിൽ മുങ്ങി പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. അത് പാരൻസിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുട്ടികളെ വിടണ്ട. നിങ്ങളുടെ ഗൈഡൻസ് ഇല്ലാതെ വേറെ ഇപ്പം അപ്പുറത്തെ വീട്ടിലത്തെ മുതിർന്ന കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ മാമനുണ്ട്, മാമിയുണ്ട് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ അവരുടെ കൂടെയൊന്നും നിങ്ങളുടെ മക്കളെ വിടരുത്. കാരണം നമ്മൾ നോക്കുന്ന അത്രയും ശ്രദ്ധ മറ്റൊരാൾക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ ഒരു വെള്ളക്കെട്ടിലേക്ക് മുങ്ങി കുളിക്കാനോ അല്ലെങ്കിൽ നീന്തൽ പഠിക്കാനോ ഒക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ വിടാതിരിക്കുക. അല്ല, നിങ്ങൾ ബാക്കിയുള്ള പണികളൊക്കെ, നിങ്ങളുടെ കുട്ടി നീന്തൽ പഠിക്കണം നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള പണികളൊക്കെ മാറ്റി വെച്ചിട്ട് കുഞ്ഞിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നീന്തൽ പഠിക്കാൻ പോവുക. യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത പൂളുകളിലേക്ക് കുട്ടികളെ തീർച്ചയായിട്ടും വിടാതിരിക്കുക. പിന്നെ അത്യാവശ്യം വെള്ളം ഒഴുക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് എത്രത്തോളം ചുഴികളുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ പാറകളൊക്കെ വഴുക്കി വീണിട്ട് വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഒഴുക്കിൽപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നിർബന്ധമായിട്ടും പാരൻസ് ശ്രദ്ധിച്ചേ മതിയാവും. അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കുറേ ഡ്രൗണിങ് കേസുകൾ കാണുന്നതുകൊണ്ടൊക്കെയാണ് നമുക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാവുന്നത്.
അടുത്ത കാര്യമാണ്, നിങ്ങൾ ജനറലി പോവാമെന്ന് വിചാരിച്ചോ, യാത്ര പോവും, എന്തായാലും ട്രിപ്സ് പോവും, ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോവും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്, ഡ്രൈവ് ചെയ്യുന്ന ആൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം റോഡിലൂടെ പോകുമ്പോൾ ഉറങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ആക്സിഡൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പുറകിൽ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് തന്നെ നിർത്തണം. കാരണം ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ തന്നെ ചെറിയ കുട്ടി അവിടെ നിന്ന് തെറിച്ച് മുന്നോട്ട് ഡാഷ്ബോർഡിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഹെഡ് ഇഞ്ചുറി കാണാറുണ്ട്, ഗ്ലാസ് തറയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇഞ്ചുറീസ് കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. 2 വീലേഴ്സ് പോവുകയാണെങ്കിലും കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. 4 വീലേഴ്സിലാണെങ്കിൽ സീറ്റ് ബെൽറ്റും എന്തായാലും വെച്ചിരിക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. പിന്നെ അടുത്ത 6th ആയിട്ട് ഞാൻ കാണുന്നതാണ്, കുട്ടികൾ പോവും ഓരോ നടന്നിങ്ങനെ പോകുമ്പോൾ കായയും അതും ഇതൊക്കെ പറിച്ചു കഴിക്കുന്നത്. അപ്പോൾ ചിലതൊന്നും എഡിബിൾ ആയിട്ടുള്ള, കഴിക്കാൻ പറ്റുന്നതാവില്ല, ടോക്സിക് ആയിട്ടുള്ള കായകളായിരിക്കും. അത് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഏത് വഴിക്ക് പോകുന്നു, എന്ത് കഴിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ മഞ്ചാടിക്കുരു, കുന്നിക്കുരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾ ഷെയർ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് കുട്ടികൾ വരുന്നുണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പോയിസണായിട്ട് വയറ്റിൽ കിടക്കും. അത് ഒരുമിച്ചിരുന്ന് ഇവർ ഷെയർ ചെയ്ത് കഴിച്ചിട്ടൊക്കെ പോയിസൺ, ഒരു ഫാമിലിയിലെ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ, പോയിസണിങ്ങിൻ്റെ കൂടെ തന്നെയാണ് ഈ എലിവിഷം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി വെക്കും. അതിൻ്റെ ട്യൂബാണ്, ഒരു പേസ്റ്റ് പോലത്തെ ട്യൂബാണത്. അത് കുട്ടികൾ കാണുന്ന സ്ഥലത്തോ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ വിചാരിക്കും അത് പല്ല് തേക്കാനുള്ള പേസ്റ്റാണ്, അല്ലെങ്കിൽ മുഖത്ത് തേക്കാനുള്ള സാധനമാണ്. കാരണം നമ്മൾ മുഖത്തൊക്കെ ക്രീമൊക്കെ തേക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരിതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരാൾ പല്ല് തേച്ച് കൊടുക്കുക, മറ്റൊരാൾ മുഖത്ത് തേച്ച് കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. എലിവിഷം എന്നുള്ളത് വളരെയധികം വലിയ ടോക്സിനാണ്. മരിക്കാനുള്ള സാധ്യത ഏറെയാണ് വായയിലേക്ക് പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനത്തെ പോയിസണസ് വസ്തുക്കൾ ഉണ്ടെങ്കിൽ, അതായത് എലിവിഷം മാത്രമല്ല, ചിലർ കൊക്കക്കോള കുപ്പിയിൽ മണ്ണെണ്ണ നിറച്ച് വെക്കും, പ്ലാസ്റ്റിക് കുപ്പിയല്ലേ എന്ന് വിചാരിച്ച് കിച്ചൻ്റെ പുറത്തൊക്കെ കൊണ്ടുവെക്കും. നോർമലി സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും നോക്കാനുള്ള നേരമില്ല. വെക്കേഷൻസിലാകുമ്പോൾ കുട്ടികൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്താണ്. അപ്പോൾ കോള കുപ്പിയിൽ ഒരു വെള്ളം കാണുമ്പോൾ അവരെടുത്ത് കുടിക്കുകയും മറ്റാൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കാണുന്ന ഒന്നാണ് നമ്മൾ മണ്ണെണ്ണ പോയിസണിങ്, അങ്ങനെ കാണാറുണ്ട്. അതുപോലെ തന്നെ പല ക്രീംസും മരുന്നും ഒക്കെ കുട്ടികളെടുത്ത് കഴിക്കുന്നതായിട്ട് ഈ വെക്കേഷൻ ടൈമിൽ കാണാറുണ്ട്. അതെല്ലാം മാറ്റി തന്നെ വെക്കുക. സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും അട്ടത്ത് എവിടെയെങ്കിലും കയറ്റി വെക്കുക, ചാക്കിലെങ്കിലും കെട്ടി വെക്കുക. കുട്ടികൾക്ക് കിട്ടാത്ത രീതിയിലേക്ക് ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ റിക്വസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണുന്നതാണ് ഈ ഗ്രാൻഡ് പാരൻസൊക്കെ വയ്യാതെ കിടക്കുന്നവരുണ്ടാവും, ഹാർട്ടിന് അസുഖങ്ങൾ, BP അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒത്തിരി മരുന്നുകൾ കഴിക്കാണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ കിടക്കുന്നതിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഈ മക്കൾ ഈ വെക്കേഷനിൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അവർക്ക് ഗ്രാൻഡ് പാരൻസിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അവരുടെ കൂടെ കളിക്കാനോ അവരുടെ ബെഡിൽ കുത്തിമറിയുകയൊക്കെ ചെയ്യും. ഗ്രാൻഡ് പാരൻസ് ഇടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ടാവും. അപ്പോഴായിരിക്കും ഇവരുടെ ഈ മരുന്ന് പരീക്ഷണം അവിടെ നടക്കുന്നത്. ഈ വെച്ചിരിക്കുന്ന മരുന്നുകളൊക്കെ ഇവരെടുത്ത് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു BP മരുന്നൊക്കെ ഒരു 10 എണ്ണം കുഞ്ഞെടുത്ത് കഴിച്ചാലുള്ള അവസ്ഥ. ചിലർക്കാണെങ്കിൽ മാനസിക രോഗങ്ങളുള്ള ആൾക്കാരുണ്ടാവും വീട്ടിൽ, അവരുടെ മരുന്നുകളും ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അതൊക്കെ കുട്ടികൾ ഒത്തിരി ഗുളികകളായിട്ട് എടുത്ത് കഴിച്ച് മിഠായി പോലെ അവരെടുത്ത് കഴിക്കും. എടുത്ത് കഴിച്ചാലുള്ള ഭവിഷ്യത്തുകളും നമുക്കറിയാം. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതെല്ലാം നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടുവരുന്നതാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള അടുത്ത പോയിന്റ്. ഇനിയുള്ളതാണ് വീട്ടിലുള്ള ഈ മാങ്ങയൊക്കെ ചെത്തി കഴിക്കാനുള്ള കത്തികൾ എടുക്കുന്നു. കുട്ടികൾ മാങ്ങ ചെത്തുന്നു, മുളകും ഉപ്പൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നു. അതിലൊരു മുതിർന്ന കുട്ടി ഉണ്ടാവും ചെത്തുന്ന ആൾ. ആ കുട്ടി ചിലപ്പോൾ മാങ്ങ കഴുകാൻ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ കുട്ടി എടുക്കുന്നു, കത്തി എടുക്കുന്നു, മുറിക്കുന്നു. ബ്ലീഡിങ് ആയി അത് വളരെയധികം സീരിയസ് രീതിയിലേക്ക് പോകും. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഷാർപ്പ് എക്യുപ്മെൻറ്റ്സും കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലാവരുത്. കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേ പറ്റൂ. അത് വളരെയധികം നിർബന്ധമുള്ള കാര്യമാണ്. ഇനിയാണ് നമ്മൾ കാണുന്നത്, മഴയത്ത് നമ്മൾ കുട്ടികൾ പോകുന്നു. മഴയത്ത് പോകുമ്പോൾ ഇടിയും മിന്നലും ഉണ്ടാവും. ചിലപ്പോൾ ഇവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കുറച്ച് നേരം കൂടിയും കളിക്കാം, ഇടി ഇപ്പോൾ പോവും, മിന്നലിപ്പോൾ പോകും എന്ന് വിചാരിച്ച് അവർ കളിക്കും. അത് തീരെ അനുവദിക്കരുത്. മിന്നലേൽക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അതല്ലാതെ തന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുമല്ലോ, അപ്പോൾ ഈ മഴയത്തായിരിക്കും കമ്പി ലൈനൊക്കെ പൊട്ടി വീഴുക, ഇലക്ട്രിക് ലൈനൊക്കെ പൊട്ടി വീണിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടികൾ കളിക്കുമ്പോൾ, അപ്പോൾ പാടത്തൊക്കെ വെള്ളത്തിലാണ് കളിക്കുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണിട്ടുണ്ട്, കുട്ടികൾ അത് ചവിട്ടി വീഴുകയാണെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, കുട്ടികൾ വല്ലാതെ നമ്മൾ അമിതമായി നമ്മൾ കെട്ടുപാടുകൾ ഇല്ലാണ്ട് വിടുമ്പോൾ കൂടുതൽ ആക്സിഡൻസിന് സാധ്യതയുണ്ട്. പക്ഷേ ഇതിലൊക്കെ നമ്മളൊരു മുൻകരുതൽ എടുത്തേ മതിയാവുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ തടയാവുന്നതുമാണ്. ഇനി ഇതിൻ്റെ കൂടെയൊക്കെ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ.
കുട്ടികളെ പുറത്ത് വിടാതെ നമുക്ക് വീട്ടിലിരുത്താം, ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ, അത് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വേറെ കാര്യത്തിലാണ് കൊണ്ടു ചെന്നെത്തിക്കുക. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇല്ലാതെ കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിലിരുത്തി കഴിഞ്ഞാൽ അവർ കൂടുതലും ഗാഡ്ജറ്റ്സിനോട് അഡിക്റ്റഡ് ആവും. നിങ്ങൾക്കൊരിക്കലും അവരുടെ കൂടെ എപ്പോഴും പോയി ഇരിക്കാൻ പറ്റില്ല. അവർ ഏതൊക്കെ സൈറ്റ് കാണുന്നു, എന്തൊക്കെ ഗെയിം കാണുന്നു, ആരുമായിട്ടൊക്കെ അവർ കോൺടാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും നമുക്ക് കണ്ടുപിടിക്കാനോ ഇരിക്കാനുള്ള സമയവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് യൂസിന് ഫിക്സഡ് ടൈമിംഗ് വെക്കുക. ആ ടൈമിങ് നിങ്ങൾ കുട്ടി കോമൺ ഹാളിലായിട്ട് തന്നെ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് നോക്കുക. നിങ്ങളുടെ ജോലിക്കിടയിൽ നിങ്ങൾ അതിലൂടെ പോയി നോക്കുക, കുട്ടി ഏത് സൈറ്റിലൂടെയാണ് പോകുന്നത്, ഏത് ഗെയിമിലാണ് കുഞ്ഞ് കളിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കുക. ഫിക്സഡ് ടൈം കഴിഞ്ഞാൽ ഇപ്പോൾ 6 to 7 എന്നുള്ള ടൈം, അല്ലെങ്കിൽ 6:30 to 7:30 എന്നുള്ള ടൈം കഴിഞ്ഞാൽ അതിന് മുന്നേ ഇൻസ്ട്രക്ഷൻസ് വെക്കണം. 7:30 ആകുമ്പോൾ അമ്മ അത് വാങ്ങും, 7:30 വരെയുള്ളൂ, അതിനുശേഷം കുഞ്ഞ് ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. അല്ലാതെ 7:30 കഴിയുമ്പോൾ നമ്മൾ പോയി ചോദിക്കുമ്പോൾ അവർ തന്നോളണം എന്നില്ല. അപ്പോൾ മുമ്പ് തന്നെ നിങ്ങൾ കാര്യങ്ങൾ തെളിച്ച് തന്നെ കുഞ്ഞുങ്ങളോട് തുറന്ന് തന്നെ പറയുക. അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനും അവരൊരു ട്രാപ്പിൽ പോയി വീഴാതിരിക്കാനും ഈ ഓൺലൈൻ ഫ്രോഡുകളുടെ മുന്നിലേക്ക് ചെന്ന് വീഴാതിരിക്കാനുമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന കുഴപ്പമില്ല. പക്ഷേ ഈ ഫോണിലേക്ക് തന്നെ അഡിക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഇവർ ഓവറായിട്ട് തടി കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒബീസിറ്റി ഒരു വില്ലനാണ് കുട്ടികൾക്ക്. അത് പിന്നീടുള്ള പല രോഗങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒബീസിറ്റി വരാണ്ടിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറായിട്ട് ആക്ടിവിറ്റി വേണം എന്നല്ല, ഒപ്റ്റിമം ആയിട്ടുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ കുഞ്ഞിനെ നന്നായിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യുക. എൻ്റർടൈൻ ചെയ്തിട്ട് കുഞ്ഞ് ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് അവരുടെ ഫിസിക്കൽ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും, മെൻ്റൽ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും, തീർച്ചയായിട്ടും അവരുടെ ഇമോഷണൽ ഹെൽത്തിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നറിയാം. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഫുട്ബോൾ അക്കാഡമി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് പഠിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ, ബാസ്കറ്റ് ബോൾ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ രീതിയിലൊക്കെ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ച് കുഞ്ഞുങ്ങളാക്കുക. എപ്പോഴും നമ്മൾ പറയുന്നത് സ്പോർട്സിലേക്ക് കുഞ്ഞുങ്ങൾ കൂടുതൽ പോകുമ്പോൾ അവർക്ക് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ള രീതിയിൽ ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല ചില തോറ്റുകൊടുക്കലുകൾക്ക് അവരെ പ്രാപ്തരാക്കും. അതായത് ഈ സമയത്ത് പോയാൽ നമുക്ക് അടുത്ത ഗെയിമിൽ ജയിക്കാം, കുഴപ്പമില്ല, പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ രീതിയിലൊരു വാമായിട്ടൊരു റിലേഷൻഷിപ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതവരും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഫെയിലിയേഴ്സ് പഠിക്കും കുട്ടികൾ, അങ്ങ് വിക്ടറിയുടെ സന്തോഷം പഠിക്കും. അങ്ങനെ ആകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ലഹരികളിലേക്ക് പോവാതെയും ഒരു നല്ല കൂട്ടുകെട്ടുകൾ ബിൽട്ടപ്പ് ചെയ്യാനും ഒക്കെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് കുട്ടികളെ നയിക്കാം കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടും ഹെൽപ്പ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഫിസിക്കൽ ആക്ടിവിറ്റി എൻ്റർടൈൻ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വായനകൾ. അല്ലാതെ കുറേ പഠിപ്പിക്കാൻ നോക്കല്ലേ, പഠിച്ച് ആക്കാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജനറൽ ബുക്കുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നോവൽസ്, ഫിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേണ്ട നോളജ് കൂട്ടുന്ന രീതിയിൽ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ബുക്ക്, അല്ല നമ്മുടെ ഇൻട്രസ്റ്റ് അല്ല അവരിലേക്ക് കൊണ്ടുവരേണ്ട കുറേ ബുക്സിൻ്റെ ഓപ്ഷൻസ് അവർക്ക് കൊടുത്തിട്ട് പതുക്കെ വായനയിലേക്ക് അവരെ കൊണ്ടുപോകാം. ഓൺലൈൻ റീഡിങ് ഓക്കെയാണ്, പക്ഷേ എപ്പോഴും ഞാൻ കാണാറുള്ളത് അവരുടെ ഐ ഹെൽത്ത് ഭയങ്കര മോശമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ടിൽ ടീനേജ് വരെയെങ്കിലും ഇങ്ങനത്തെ ഒരു റീഡിങ് ഒഴിവാക്കിയിട്ട് ബുക്സെങ്കിലും അവർക്ക് ബുക്സായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ അവരുടെ ഐ ചെക്കപ്പ് എന്തായാലും നിർബന്ധമായിട്ടും ഒന്ന് ചെയ്തിരിക്കണം. നിങ്ങൾ കുഞ്ഞിന് രക്തക്കമ്മിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അയൺ, നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആശാ വർക്കറൊക്കെ ഹെൽത്ത് സെൻറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അയൺ ആൻഡ് ഫോളിക് ആസിഡ് കുട്ടികൾക്കുള്ളത് തരും. അത് ആഴ്ചയിൽ 2 ദിവസം കൊടുക്കാനൊക്കെ ഉള്ളതുണ്ട്. അത് നിങ്ങൾ കൊടുക്കണേ, തീർച്ചയായിട്ടും കൊടുക്കണം. പിന്നെ ടീനേജേഴ്സിനുണ്ട് അതിനനുസരിച്ചുള്ള അയൺ ടാബ്ലറ്റ്സ് ഉണ്ട്, അതും കൊടുക്കണം. അതും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഈ വെക്കേഷൻ കഴിയുമ്പോഴേക്കും നല്ല ഫിസിക്കലി ഫിറ്റായിട്ട് മെൻ്റലി ഹെൽത്തി ആയിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാണ്ട് നല്ല മിടുക്കികളുമായിട്ട് നമുക്ക് വെക്കേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് വരും. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഒരു കോൺഷ്യസ് എഫേർട്ട് വേണം, നമ്മുടെ 100% ഡെഡിക്കേഷൻ വേണം ആസ് എ പാരൻറ്റ്. അപ്പോൾ നിങ്ങളതൊന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ കമൻസ്, സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്കും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫീഡ്ബാക്ക് എനിക്കറിയാൻ പറ്റും, ബാക്കിയുള്ളവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ബാക്കി റീഡ് ചെയ്യുന്ന ആൾക്കാർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.